സ്നേഹത്തെയും ത്യാഗത്തെയും ഓർപ്പിക്കുന്നു. 1 പത്രോസ് 2:24 പത്രോപ്പസ്തോലൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ: ക്രിസ്തുവിൻ്റെ പാപപരിഹാരം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. 2, പാപത്തിൻ്റെ ശിക്ഷ. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. എന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്. 3, നീതിയിലുള്ള പാത. ക്രിസ്തുവിൻ്റെ മരണം നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു, നീതിയിലേക്ക് നയിക്കുന്നു. 4, പുതിയ ജീവിതം. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് പുതിയ ജീവിതമുണ്ട്. അത് നിത്യതയിലും സ്നേഹത്തിലും നീതിയിലും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ വാക്യം നമ്മെ ക്രിസ്തുവിനെയും സ്നേഹത്തെയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗിക്കാൻ ഈ 2026 നോമ്പ് അത് അനുഗ്രഹമാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ